എടാ വാസു, ഈ മുച്ചിരി നാരദനും കൂടി ഈ വീട്ടിന്റെ അറിയിട്ട് ബാക്കിയുള്ള ആളെ വീട്ടിൽ കേറിയിട്ട് പിന്നെ മറ്റേ തോക്കും സ്വർണ്ണനും പൈസ എല്ലാം എടുത്തോണ്ട് പോയടാ. ചില ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് നായ്ക്കള് എല്ലാം പൂട്ടിയിട്ട് വരും. ഞാൻ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കലും അടിക്കല്. ഇനി നിന്റെ കണ്ണുകൊണ്ട് ഇവൻ എടാ മോനെ കുറച്ച് സ്ഥലം കൊടുക്കുക. നാട്ടിലെ വലിയ പ്രമാണിയാ മക്കളെ, കുറച്ച് സ്ഥലം കൊടുക്കുക. അത് നോക്കിക്കോ. കുളിക്കാനൊക്കെ പറ്റൂ? ഞാൻ ഇതുവരെ വാസു കുളിക്കുന്ന പിന്നെ ആരൊക്കെ കുളിക്കുന്ന കണ്ടിട്ടുണ്ടോ ഈ പ്രായത്തില്? ചില്ലറ കഴയല്ലേ? നല്ല ചൊറിച്ചിൽ ചൊറിച്ചിൽ ആർക്കാന്ന് എനിക്ക് മനസ്സിലായേട്ടാ. ഞാനിതാണ് ഇവിടെ വീടിന്റെ നട്ട് നോക്കാൻ വേണ്ടി വന്നേ. പക്ഷെ എനിക്ക് തീരെ ഇതൊരുമാതിരി സത്രം പോലെ ഉണ്ട്. ഇതാ എല്ലാ വണ്ടികളും ഉണ്ട് ഇവിടെ. കണ്ട ഈ അടക്കമുണ്ട് ഇവിടെ. നിങ്ങൾ ഇയാളെ കൂട്ടി മറ്റേ ഇയാളെ ഒരു പാവല്ല ഞാനും വരുന്ന പിന്നെ കൂടെ കൂട്ടിയാ. അശനെ 130 കോടി ഇതാ എങ്ങനുണ്ട്? പോരാ പോരാ. എന്താ പ്രശ്നം? ഇത് 130 സാധനം ഒന്നും. ഇത് ഞാൻ ആടെ കണ്ടിന് ഈ സാധനം ഈ വണ്ടി പണിക്കാൻ പോയെടുത്താ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇത്. 130 ഈ വണ്ടി ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇത് നീല കിടക്കണ ഫസ്റ്റ് കിടക്കണേ ഇതല്ല ജീപ്പല്ല. ഇത് ഇപ്പുറത്ത് ആദ്യം കിടക്കണേ അത് നമ്മുടെ വണ്ടിയില്ല. അതല്ലേ ഇതല്ലേ? ഇത് തന്നെ. ഇത് 90 കോടി. ഇത് ഞങ്ങളുടെ വണ്ടിയാ. നീ ഇങ്ങോട്ട് വന്നാട്ടെ. മുതുക്കിലുള്ള മറ്റേ എലീനെ അറിയാമോ? മുതുക്കിലുള്ള മറ്റേ എലി പൂച്ചെല്ലാം അറിയാമോ? മറ്റേ മുതുക്കിൽ ഇപ്പൊ മറ്റേ എലി പൂച്ച എലി നല്ല മറ്റു കൊറേ ഉണ്ട്. അയച്ചെടുക്കുന്ന വണ്ടിയാ അത്. എന്റെ വാസു എനിക്ക് വേറെ ഞാൻ നിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുറച്ചെല്ലാം പ്രതീക്ഷിച്ചേട്ടാ. ഇതൊരു മാറിയായിപ്പോ അല്ല വാസുവേ. ഞാൻ അപ്പാർട്ട്മെന്റ് വരുന്നത് പോയിട്ട് വരാം. എനിക്ക് വേറെ സ്വന്തമായിട്ട് വീടില്ല അപ്പോടാ. അല്ലല്ല ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട്. ഇത് മൊത്തത്തിൽ ഈ ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള്. എടാ ഒരു കാര്യമുണ്ട് വാസു. ഞാനുണ്ടല്ലോ ആരും എന്നോട് പറഞ്ഞു ഈടെ ഒരു വീടുണ്ട്. ഈടെ വീടെടുത്താൽ നമുക്ക് നമ്മളെല്ലാം വെക്കാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് സ്വകാര്യം പറഞ്ഞ. നീ ഇങ്ങോട്ടോ. എടാ വാസു, ഈ മുച്ചിരി നാരദനും കൂടി ഈ വീട്ടിന്റെ അറിയിട്ട് ബാക്കിയുള്ള ആളെ വീട്ടിൽ കേറിയിട്ട് പിന്നെ മറ്റേ തോക്കും സ്വർണ്ണനും പൈസ എല്ലാം എടുത്തോണ്ട് പോയടാ. ശരിക്കും ചില ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് നായ്ക്കള് എല്ലാം പൂട്ടിയിട്ട് വരും. ഞാൻ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കലും അടിക്കല്. ഇത് ആരെങ്കിലും എവിടെയെങ്കിലും ഊമ്പിക്കുന്നുണ്ടോ കേട്ടാ പറന്നു വന്നോളോ. കൊലത്തൊഴില് കള്ളൻ എന്നുള്ളൊരു പേര് അത് വിട്ട് കളിക്കരുത്. കൊറേ നാള് ജയിലിൽ കിടന്ന് കിട്ടിയതല്ലേ, എന്നിട്ട് തന്നാ വരുന്നത്. മോട്ടിച്ച് ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനു പറയാൻ പറ്റും? എടാ പാതാളം എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചാ പിന്നെ വീടിന്റെ അവസ്ഥയെല്ലാം എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് പറഞ്ഞ് ആശാനെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 20 ലക്ഷം ഉറുപ്പ്യയുടെ മാസം കറണ്ട് ബില്ല്. 20 ലക്ഷം രൂപ കറണ്ട് ബില്ല് മാത്രം ഇവിടെ? കറണ്ട് ബില്ല് പിന്നെ വാട്ടർ ബില്ല് പോലും. വാട്ടർ ബില്ല് എന്തിനാ? ഒന്ന് കഴുകാൻ വേണ്ടിട്ട് വരെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് കയ്യില വെള്ളം. പിന്നെ എന്തിനാ കണ്ടത്? കുടിക്കുന്നതിന് വേറെ പൈസ കൂടെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ മുച്ചിരിനെ നല്ലോണം തപ്പിക്കോ വാസു. അവന്റെ കൈമേൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും. ആണോ?
അതെ അതെ ഓന്റെ ടൈമില് തോക്കുണ്ട് പൈസ. അവനിവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. എടാ ഓനും പിന്നെ നാരദനും കൂടിയിട്ടല്ലേ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് പൈസ ഇതിനുള്ളില് നീ ഇപ്പൊ ഇതിനുള്ളിൽ ഒരു വീടെടുത്ത് നീ ഇപ്പൊ നിന്റെ വീട് പുറത്തുനിന്ന് പൂട്ടാണ്ട് പോന്നെയാണെങ്കിലില്ലേ നിന്റെ വീട്ടിൽ കയറിയിട്ട് ലോക്കറിലുള്ള സാധനം വേറെ എടുക്കും. ആണല്ലേ, അങ്ങനെ ഉണ്ടല്ലേ? അത് കേട്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ വന്ന അപ്പോഴേക്ക് ഞാൻ വന്നിട്ട് ലോക്ക് അടിക്കും, ബെല്ലടിക്കലോ ആരും തുറക്കുന്നില്ല. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാവോ? നമുക്ക് ഒന്നുകൂടെ നോക്കി വെക്കവാ. എന്റെ വാസുവിനകത്ത് ഒരു 10,000-20,000 റൂം ഉണ്ട്. എനിക്ക് മറ്റേ സത്രടാ സത്രം. ഞാൻ കേറിയിട്ടില്ല ഇതിന് ഇതുവരെ, കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വാ, ഞാൻ വാ. കണ്ട ഇതെല്ലാം എടുത്ത അന്തേവാസികള്. ഇനി നിന്റെ കണ്ണുകൊണ്ട് എടാ മോനെ കുറച്ച് സ്ഥലം കൊടുക്കുക. നാട്ടിലെ വലിയ പ്രമാണിയാ മക്കളെ, കുറച്ച് സ്ഥലം കൊടുക്കുക. അത് നോക്കിക്കോ കണ്ണുകൊണ്ട് നോക്കുക ഡോർമല്. എന്നിട്ട് മറ്റേ ടോങ്കിള് വരും, ടോങ്കിള്. സ്റ്റാർട്ടിംഗ് അപ്പാർട്ട്മെന്റ് അതാണാ? ഒരു കിരീടമുള്ളതുണ്ടാവും, അതാണ് നിന്റത്. അതത്ര നമ്പർ എന്ന് പറയുന്നിട്ട് എന്നോട്. ഓക്കെ ഒന്നും കൊണ്ടുപോയില്ലടാ. എനിക്കിന്റെ വീട് നോക്കിട്ട് എങ്ങനെയാന്ന് കാണാൻ വേണ്ടിട്ടാ ഉള്ളു. വാസവേ മാറിക്കോ മോനെ, ഞാനൊന്ന് നോക്കിക്കോട്ടു. കാണാനൊന്നും കൊണ്ടാന്ന് വീട്ടിൽ കൂടിയല്ലേ വിളിച്ചിട്ട് വന്നേ മോനെ. വീട് അൺലോക്ക് ചെയ്യണോ? ലോക്ക് കൊടുത്തിട്ട് ആശാ ഫുഡ് വെള്ളമില്ലാണ്ട് ചത്ത്. ട്രൈ അഗൈൻ. ഒരു പരിപാടിക്ക് കൊണ്ടായിട്ട് മതി. ഇത് ലോഡ്ജ്. നൂറ്റി 121 സ്റ്റോറേജ്. നീ എന്തിനാ കൊണ്ട് കയറി വന്നേ? ഇതാ ലോക്കർ കേട്ടോ ഇവിടെ. കണ്ട് മുഖം കഴുകാം, കുളിക്കാം. വാതിൽ തുറന്നിട്ടേക്കോടാ. 121 അൺലോക്ക് ചെയ്തേക്കുവാണല്ലോ. 121 പോയിട്ട് ലോക്ക് മാറ്റുക. ജോക്കാണോ? ഇത് എന്തൊക്കെയാണ്? ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ പറ്റുമല്ലേ? കറണ്ട് ബില്ല് വരും. പോടാ. അണ്ണ എടുത്തോക്ക്, ചുമ്മാ മാനേജിൽ എടുത്തോക്ക്. മാനേജിൽ എന്താ ബില്ല്? ബില്ല് എടുത്തോക്ക്. കറണ്ട് ബില്ലൊക്കെ അങ്ങ് വന്നിട്ടുണ്ട്. അൺപെയ്ഡ്. എത്ര കറണ്ട് ബില്ല് അണ്ണന്? യൂണിറ്റ് 10, 100,000, 10,000, lakh 10. 20 ലക്ഷം. പിന്നെ 100,000, 10,000, lakh 10 lakh. ഈ 19,200 രൂപ ഇത്ര നേരം കറണ്ട് ഉപയോഗിച്ചതിനാണോ? നീ എന്റെ ബാത്റൂമിൽ കയറി പെടുത്തിട്ട് ഫ്ലഷ് ചെയ്തപ്പോ 5 ലക്ഷം രൂപയുടെ ബില്ല്. അത് അതിനില്ല അണ്ണാ. ഇതെന്താ ഇത്? പീ ഹോളാ? എന്തൊക്കെ കാണണല്ലേ? 113 എന്ത് മന്ദാരം? മന്ദാരം എവിടെ പോടാ? ഈ ലൈറ്റ് ഒന്നും ഓഫ് ആവൂലടാ. ഇത് ഓഫ് ഒന്നും ആവുന്നില്ല. എടാ ഈ ലൈറ്റ് ഒന്നും ഓഫ് ആവണത് എന്താ? ലൈറ്റ് ഓഫ് ആക്കിട്ട് നമ്മൾ പുറത്തിറങ്ങണം, അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും.
ആള് വരുമ്പോ ഓട്ടോമാറ്റിക് ഓ ഓട്ടോ ലൈറ്റിങ്. അണ്ണാ ആ പറയടാ. അണ്ണാ ഈ ബെഡിന്റെ അടുക്കത്തെ 120. എടാ വാസു നിന്റെ നമ്പർ കാണുന്നില്ലല്ലോ. 121 ആയിരുന്നു. 121. ഞാൻ ലോക്ക് ചെയ്തു അടിച്ചാ എല്ലാം. ഈ എന്താന്ന് അതിനകത്തൊന്നും വെച്ചിട്ടില്ല. അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. എടാ ഞാനൊന്ന് അത് നമ്മക്ക് കാണട്ടെ അതിന്റെ വീട് ആവശ്യമില്ല. എന്റെ വീട്ടിൽ കൂടെ കാണാൻ വേണ്ടിട്ടല്ലേ. വാ വാ മേലോട്ടോ 120. 121. ഇതിനകത്ത് കാണുന്നില്ലല്ലോ അപ്പാ. ഇതില് പി ഹോൾ എന്നിട്ടൊരു സാധനം ഉണ്ട്. ഓൾ ടേക്കിട്ട് പി ഹോൾ നോക്കിയേ. കണ്ട് എല്ലാരും ഇങ്ങനെ ഇവിടെ തോക്കൊക്കെ വെക്കും സ്റ്റോറേജില്. ആണല്ലേ. കുളിക്കാനൊക്കെ പറ്റൂ? കുളിക്കാൻ പറ്റൂ ഇവിടെ? ആ പിന്നെ ഞാൻ കുളിച്ചാണ്ടില്ലേ. ഡ്രസ് ഊരിട്ട് കുളിക്കണ്ട. ഡ്രസ് ഊരിയില്ല. നോക്കട്ടെ. ഞാൻ ഇതുവരെ വാസു കുളിക്കുന്ന പിന്നെ ആരൊക്കെ കുളിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ പ്രായത്തില്? ചില്ലറ കഴയല്ലേ? അല്ലടാ ഞാൻ ഈ മറ്റേ ഈ വലിയ മറ്റേ മലയാളികളെല്ലാം കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. നീ വലിയ ആളല്ലേ മറ്റേ എന്നാന്നപ്പ അതിന്റെ പേര് സിറ്റിയിലെ തീവ്രവാദി അല്ലേ? അല്ല ഗുണ്ടല്ലേ? എടാ വാസു ഇതാ നീ രാത്രി തവളേനെ പിടിക്കാൻ പോകുമ്പോഴുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടാരോ? നോക്കിയാട്ടെ ഇതാ. ഒരു കുളിച്ചോട്ടെ ഒന്ന് വെളിയിലോട്ട് നിൽക്കുക. ഒരു പ്രൈവസി കുറച്ച്. നല്ല ചൊറിച്ചിൽ ആർക്കാന്ന് എനിക്ക് മനസ്സിലായേട്ടാ. എടാ ഇതാ നീ തവളാനെ പിടിക്കാൻ പോകുമ്പോ ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട് ദൂരത്ത്. നോക്കിയാട്ടെ ഇതാ. ഒരു സെക്കൻഡ് ഞാൻ ഈ ഡ്രസ് ഒന്ന് ഇട്ടോട്ടെ. നോക്ക് നീ ഫോട്ടോ നോക്ക്. നീ ഒളിഞ്ഞു നോക്കുന്നത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആരോ ഫോട്ടോ. ഏതായാലും എടുത്ത സ്വഭാവം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആട്ടാ ഈ സാധനം. വാസു നോക്കത്. ആ മന്തു ഇതല്ലല്ലോ പാന്റ്. ഇതല്ലേ പാന്റ്? ഫോട്ടോ ശരിയല്ലല്ലോ. ഇത് ഞാൻ കാണില്ല. ബെഡ്റൂമിന്റെ അടുത്തുള്ള ആടാ വാസു ഒന്ന് കട്ടും. ആ ഇതേതായാലും നന്നായി. ഇവിടുന്ന് കടന്നിട്ട് നോക്കുമ്പോ തന്നെ നല്ല വ്യൂ ആ. നല്ല കുതിരപ്പഞ്ചല. ഞാൻ ഇതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല. ഒന്നും തരേണ്ട. മനസ്സിലായ? എല്ലാടെ കൈട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആശാനെ. വാസു ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മറ്റേ കാറ്റും പിടിച്ചൊന്നും ഇല്ലാട്ടാ. കാറ്റ് കളിച്ച് ഉള്ള കാറ്റൊക്കെ കളിച്ച് ഇവിടെ ആരും ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല അത്രയും വലിയ വീടുള്ളപ്പോ ആരും ലോഡ്ജ് വന്ന് കിടക്കണം. പക്ഷെങ്കിലടാ ഇവിടെ പാവങ്ങളെ കേട്ടാ മുതുക്കിലുള്ള ഈ അപ്പാപ്പനെ ഈടെ കൊണ്ടുപോയി കളയിന്റെ ശാപം. ഒരു കാറ്റും പൊലിച്ചും ഇല്ലാത്ത വീടിന് 20 ലക്ഷം ഉറുപ്പ്യ പോലും വെള്ളത്തിന് ലൈറ്റിനും ഈ രംഗത്ത് പാവങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട ആശാനെ. പാവങ്ങൾക്ക് ജീവിക്കാൻ 20 ലക്ഷം ഉറുപ്പ്യാണ് പിള്ളേരെ പറ്റിക്കുന്നത്. ഞാനൊന്നും ജമ്മം കിട്ടിയാലും ഇവിടെ വീട് എടുക്കൂല. അത് സത്യം. വാ നമുക്ക് താഴോട്ടോ വാ. എടാ വാസു നീ വീട് ലോക്ക് ചെയ്യണ്ടാട്ടോ. ഇടക്കിടക്കാനല്ല ഇവിടെ വെച്ചോ. ഇതാരോ കുളിമുറി വന്ന് ഇത് ആര് നാട്ടുകാർ മൊത്തം ഇവിടാണ് കുളിക്കണേ? ഇതാ 2 ബ്രഷല്ലുണ്ട് കേട്ടോ നിനക്ക്. ഇത് ജാനകിരാസ് ലോഡ്ജ്. വാ നീ ലൈറ്റ് ഓഫ് ആക്കട്ടെ അല്ലെങ്കിൽ എങ്ങനെ തുറക്കുക? ഇതെങ്ങനെ പുറത്തേക്കുക? അമർത്ത്. ഇറങ്ങിപ്പോ ഒന്ന് ലോക്ക് ചെയ്തോട്ടെ പ്ലീസ്. പൊക്കോളൂ ഞാൻ പോവാം. ലൈറ്റ് ഓഫ് ആക്കാൻ മറക്കല്ലേട്ടാ. ഇല്ല ടോഗിൾ ലോക്ക്. എന്താ ലോക്കാം. അണ്ണാ പറയടാ. ഒരു 10 പേര് വന്നിട്ടുണ്ട്. റൂം കൊടുക്കുമെന്ന് ചോദിച്ചു. എന്ത് പറയണം? നിന്റെ റൂം കൊടുക്ക്. എനിക്കുണ്ടോ ഇവിടെ റൂം? പിന്നെ നിനക്ക് റൂമില്ലേ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? അത് അങ്ങനെ ഒരുത്തൻ. വാ മൊത്തം കത്തലായിരിക്കും.
ഉസ്മാനൊക്കെ ഇരിക്കണം നല്ല കണ്ടു. ഞാൻ അതെ, അതെ, അപ്പുറം ഇപ്പുറം ഗുരുവിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പുള്ളി ഇന്നില്ലെന്ന് തോന്നടാ. പുള്ളി ഇന്നില്ലടാ. വന്ന്. ഗുരു വന്ന്. ഹലോ ഹലോ ആ സാബ് ഗുരു. എന്തൊക്കെ എവിടെ ഉണ്ട് സിറ്റിയിലുണ്ട് എവിടെ സിറ്റിയിലുണ്ട്. സിറ്റിയിൽ എവിടെ നിൽക്കുന്നേ? ഞാന് ഇപ്പോ മുതുക്കിനടുത്തുണ്ട്. മുതുകിന്റെ അടുത്തല്ലേ? നമുക്ക് അങ്ങോട്ട് വരണമായിരുന്നല്ലോ. അത് എന്തായാലും ഞാന് വന്ന് പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങോട്ട് വരുമോ? അല്ല, എനിക്ക് തോന്നുന്നു സിറ്റിയിൽ ഇപ്പൊ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് വന്നിട്ടില്ല ഇതുവരെ. അല്ലല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയേക്കാം. വീട്ടിലോട്ട് വാ. ശരി ശരി. എടാ സാബ് ഗുരു വന്നടാ. വാടാ. അതും നിന്റെ മറ്റേ വണ്ടി. പറയണം കേട്ടാ. എന്താ? നീ മറ്റേ കടീൻ്റെത് ശരിയായി കഴിഞ്ഞാല് നീ ഫ്രീ ആയാലും പറ. എപ്പാന്ന് വെച്ചാല് ഞാൻ ഫ്രീയാ. നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. എപ്പാന്ന് വെച്ചാ പറ. അന്നേരം പൈസ അതിന് മുന്നേ വന്നിട്ട് ഒന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യണേ. ഓ നമുക്ക് ഡേറ്റ് ഉണ്ടാവില്ല. എന്തിന്റെ ഒരു മിനിറ്റ് ആശാന, ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ. അതാ നല്ലത്. ഞാൻ പറയാം. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന എങ്ങനെ? എനിക്ക് കമന്റ് ഒന്നും ലോഡ് ആവുന്നില്ല. നിങ്ങളുടെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന എങ്ങനെയാ? മാനേജിലാണോ ഇതെങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? വീട്ടിനകത്ത് പോണോ ഗൈസ്? നോക്കട്ടെ, അപ്പാർട്ട്മെന്റ് എത്രയാ നോക്കട്ടെ. സഹോദര ഇങ്ങോട്ടേക്ക് മാറിക്കാവോ? ടോഗിൾ ലൈറ്റ് എക്സിറ്റ്. അപ്പാർട്ട്മെന്റ് 587 നല്ല റൂം എടുത്തോ. അപ്പൊ ഇങ്ങനെ കുറച്ച് പിള്ളേരെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് ഇടയിലും പിന്നെ ഇവന് വേണ്ടിട്ട് ഒരാളെ ആശാനെ. സ്പോൺസർ ചെയ്യാൻ വേണ്ടി ആശാനെ, ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ടോ. നമ്പർ മന്തു നിന്റെ നമ്പർ നോക്കട്ടെടാ. ഒരാളെ നമ്പർ ഇല്ലടാ. ഒരാളിൽ നമ്പർ എല്ലാം ഉണ്ട്, പക്ഷെ നിന്റെ നമ്പർ ഇല്ല. കിട്ടിയാ മന്ദാര കേറ്. കേട്ടില്ല. എവിടുന്ന ഇപ്പൊ പെട്ടെന്ന് കൊറേ മന്തു കിട്ടിയാ? വിഷം കേറിയാമോ? കിട്ടിയാ? എന്ത് പറ്റി? പിണ്ട് മെസ്സേജ് നോക്ക്. കിട്ടിയാ? ഇപ്പൊ കിട്ടിയ. ഒരു മിനിറ്റ്. പിണ്ട് മെസ്സേജ് എന്താ? എനിക്ക് കാണുന്നില്ല പിണ്ട് മെസ്സേജ്. സ്ട്രൈഡ് ഒപ്പി അണ്ണാന്ന് പറഞ്ഞു. ആ മെസ്സേജ് ആരാ പിൻ ചെയ്തത്? മന്തു ഒരു മിനിറ്റ് ഇപ്പൊ അയച്ചരാം. പിണ്ട് മെസ്സേജ് എന്താ? സ്ട്രൈഡ് ഒപ്പി. മിസ് കോൾ അതാണ് എനിക്ക് പിണ്ട് മെസ്സേജ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ. ഷെയർ നോക്കിട്ട് ആരും കാണി. എന്തൊരു എന്ത് പറ്റി? ചാറ്റിൽ എന്താ? നമ്പർ വന്നിട്ടുണ്ട്. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാട്ടാ മന്തുവേ. മിസ് കോൾ അടിച്ചിട്ട് ഞാനിപ്പോ എടാ വാസു ഓക്കെ എന്നാലേ. പോയിട്ട് ഓക്കെ. ഒന്നുമില്ല. എന്താണ് കാര്യം? കാര്യം പറ. എടാ വീട് സാബ്ഗുരുവിന്റെ വീടൊന്ന് മാർക്ക് ചെയ്തടാ. തന്നെത്താനേ താരമാനിൽ ഇടിഞ്ഞ ചെയർ. ഈ വള്ളിയുടെ നീളം കാരണം ചെയറിൽ ഉടക്കി ഇതാകും. ഓൾ ഗുഡ്. എന്താ പറ്റിയെന്ന് പറ. ദേവിടെ ഉറങ്ങിയണോ? ദേവിടൊക്കെ ഉറങ്ങിയടാ. കളി ചൊല്ലും കുയില ആരാണി കള്ളം ചൊല്ലിയതാരാ
ആര് പറഞ്ഞു നാം കണ്ടത് രാക്കനമാണെന്നാര് പറഞ്ഞു ഏഴ് നിറം കണ്ടെഴുതിയ തനുവാൻ മഴവില്ലിരുന്നത് എന്താണ് ചെല്ലും കുയിൽ ആ പാട്ടൊക്കെ പാടി ജോളിയായി